അട്ടപ്പാടി മധുവിന്റെ ആൾക്കൂട്ട കൊലപാതകത്തിൽ ഒന്നാം പ്രതി മേച്ചേരിൽ ഹുസൈനെ വെറുതെ വിട്ടു. ഹൈക്കോടതിയുടേതാണ് നടപടി. 16-ാം പ്രതിയുടെ ശിക്ഷ ഉയർത്തണമെന്ന പ്രോസിക്യൂഷൻ ആവശ്യം കോടതി അംഗീകരിച്ചു. 4-ാം പ്രതി അനീഷ്, 11-ാം പ്രതി അബ്ദുൽ കരീം എന്നിവരെ വെറുതെ വിട്ട വിചാരണ കോടതി നടപടി ഹൈക്കോടതി ശരിവെച്ചു. ഹുസൈന്റെ അഭിഭാഷകൻ ടി ഷാജിത്തിന്റെ പ്രതികരണത്തിലേക്ക്. നിലവിൽ ഒന്നാം പ്രതിയെ കോടതി കുറ്റക്കാരനല്ലെന്ന് കണ്ട് കുറ്റവിമുക്തനാക്കി. 4ഉം 11ഉം പ്രതികളെ കീഴ്ക്കോടതി വെറുതെ വിട്ടത്, ആ വെറുതെ വിട്ട നടപടി ശരിവെച്ചു. 16-ാം പ്രതിയുടെ ശിക്ഷ വർദ്ധിപ്പിക്കുന്നുണ്ട്. അത് 12:30-ക്ക് അറിയാൻ പറ്റും. മറ്റു പ്രതികൾക്കെതിരെ സ്റ്റേറ്റ് നൽകിയ അപ്പീൽ അലോ ചെയ്തിട്ടുണ്ട്. അലോ എന്ന് പറഞ്ഞാൽ പാർട്ട്ലി അലോ ചെയ്തിട്ടുണ്ട്. അവരുടെ ശിക്ഷ വർദ്ധിപ്പിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. 12:30-ക്ക് അറിയാം. ഡിജിറ്റൽ എവിഡൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാം പ്രതി ഒരിക്കലും സ്ഥലത്തുണ്ടായിരുന്നില്ല. അതായത് ഈ കൃത്യം ചെയ്തിട്ടില്ല. CCTV തെളിവുകൾ വെച്ചിട്ട് 8ഉം 19ഉം സാക്ഷികൾ ഈ സ്ഥലത്തൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവർ ഈ സംഭവം നടന്നു എന്ന് പറയുന്ന സമയത്ത് 2 ഷോപ്പുകളിലായി നിൽക്കുകയായിരുന്നു എന്ന് ഡിഫൻസ് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും? 12:30-ക്കാണ് കേസ് വീണ്ടും പരിഗണിക്കുന്നത്. വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. വിഷ്ണു, വിവരങ്ങൾ. നാടിനെ നടുക്കിയ അല്ലെങ്കിൽ പ്രബുദ്ധ കേരളത്തിന് വലിയ നാണക്കേടായ അട്ടപ്പാടി മധു കൊലപാതക കേസിൽ അപ്പീലിന്മേലാണ് ഇപ്പോൾ ഹൈക്കോടതി വിധി പറഞ്ഞിട്ടുള്ളത്. ശിക്ഷാവിധി പറഞ്ഞിട്ടില്ല, മറ്റു കാര്യങ്ങളിലേക്കാണ് കടന്നിട്ടുള്ളത്. അതിൽ ഒന്നാം പ്രതി ഹുസൈനെ കോടതി വെറുതെ വിട്ടിരിക്കുന്നു. ഹുസൈനെതിരെ ചുമത്തിയ കുറ്റങ്ങൾ അതൊന്നും നിലനിൽക്കില്ല എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഹുസൈനെ അക്വിറ്റ് ചെയ്തു. ബാക്കി പ്രതികൾ, അതായത് 2 പ്രതികൾ, 4ഉം 11ഉം പ്രതികൾ നേരത്തെ തന്നെ വിചാരണ കോടതി അവരുടെ ശിക്ഷ അവരെ കുറ്റവിമുക്തരാക്കിയിരുന്നു. ആ നടപടി ഇപ്പോൾ ഹൈക്കോടതി ശരിവെച്ചിരിക്കുകയാണ്. 16-ാം പ്രതിക്ക് 3 മാസം ശിക്ഷയാണ് വിചാരണ കോടതി പറഞ്ഞത്. അതിപ്പോൾ ശരി വിഷ്ണു, ആ ശബ്ദത്തിൽ ചെറിയൊരു വ്യക്തതക്കുറവ് വന്നതുകൊണ്ടാണ് ഇടപെടുന്നത്. 12:30-ക്ക് കോടതി കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. വിഷ്ണു സുരേഷാണ് ഹൈക്കോടതിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.